ഈ ഒരു സംഭവം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ളവർ ചുരുക്കമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ പാവക്കൂണ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂണ് തോരൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ കൂണിൻ്റെ മുകളിൽ ഈ ഒരു പാടയൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ തേച്ച് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില ഇട്ട് നമ്മൾ പിഴിഞ്ഞെടുത്തിരുന്ന ആ ഒരു കൂണും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു കൂണിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് നേരം മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളമൊക്കെ വറ്റി കിട്ടിയ ഒരു കൂണിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് നിരത്തിയിട്ട് കൊടുത്ത് ഒന്ന് ആവി കയറി കഴിയുമ്പോഴേക്കും നമ്മുടെ കൂണ് തോരൻ സെറ്റായി. അടിപൊളിയാണ്. ട്രൈ